ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പെരുന്നാൾ വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കോഫി ഉണ്ടാക്കുകയാണ്. ഉമ്മച്ചി പായസത്തിന് എടുത്ത് വെച്ച പാല് നല്ല പൊക്കിയിട്ട് കോഫി ഉണ്ടാക്കുക കേട്ടോ. ആകെ 2 ഗ്ലാസ് ഉണ്ടാക്കണുള്ളൂ, എനിക്കും എൻ്റെ അനിയത്തിക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് പോയി നോക്കിയപ്പോൾ ഉണ്ട് ബീഫ് അവിടെ അടുപ്പത്തുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ പായസം ഇനി ഒന്നും കൂടി ശരിയാക്കാനുണ്ട്, ആയിട്ടില്ല. പിന്നെ റൂമിലേക്ക് പോയി കർട്ടനൊക്കെ നീക്കി. മെയിനായിട്ട് ഇന്നത്തെ വ്ളോഗിലുണ്ടാവുക കുറേ ക്ലീനിങ് ഉണ്ടാവും, പിന്നെ കുറേ ക്ലിപ്സാണ്. അങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ അമ്മത മിൽക്ക് മേഡൊക്കെ ഒഴിച്ച് പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരെ തന്നെ പരിപാടിക്ക് പോയി, അടിച്ചു വാരൽ, തുടക്കൽ, അങ്ങനെയൊക്കെ. പിന്നെ അടുപ്പത്ത് പോയപ്പോൾ ഉണ്ട് ചിക്കൻ പൊരിച്ചുകൊണ്ട് നിൽക്കണ്. ഇത് വേറൊരു ലെവൽ സാറ്റിസ്ഫാക്ഷനാണല്ലേ. പിന്നെ കാക്കാരൊക്കെ പള്ളി പോവാണ്, കാക്കാരൊക്കെ പോവാണ്. പിന്നെ 3 ആളും നല്ല ഒത്തൊരുമയുണ്ട്, ഒരുമിച്ച് പോവില്ല. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഞാൻ പർദ്ദയാണ് വാങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആകെ കയ്യിൽ മാത്രം ഹാൻഡ് വർക്കായിട്ട് അങ്ങനെ. പിന്നെ പായസം ഉണ്ടായിരുന്നു. ഇത് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ. മെയിൻ കോഴ്സ്ക്ക് പോകുമ്പം പാകിസ്ഥാനി ബീഫ് പുലാവാണ്, അങ്ങനെ തന്നെയാണ് പേര് തോന്നുന്നത്. എൻ്റെ കാക്ക ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ കണ്ടുപിടിച്ച സാധനമാണ്. പിന്നെ ചിക്കൻ ഫ്രൈ, ബീഫ് വരട്ടിയത്. എന്തൊക്കെ പറഞ്ഞാലും പെരുന്നാളിൻ്റെ അന്ന് കഴിക്കുന്ന ഫുഡ് അത് വേറൊരു രസം തന്നെയാണ്. പിന്നെ ഡൈനിങ് ഹാളിലേക്ക് പോയപ്പോഴുണ്ട് അനിയത്തി പെരുന്നാളായിട്ട് ഇരുന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കണേ. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റൽ പരിപാടിയാണ്. 2 റൂമിലും ബെഡ്ഷീറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ഉപ്പ പള്ളിയിൽ നിന്ന് വന്നപ്പം ഉപ്പാനെ ഫോട്ടോ എടുക്കാൻ വിളിച്ചതാണ്. 2 കാക്കാരും ഉണ്ട്. ഓല ഇങ്ങനൊന്നും കിട്ടലില്ല, എങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ ഒരു സഫാരി കഴിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടോ. അത് പോയി വരികയാണ്. ഞാനെൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ, വേറെ ഫ്രണ്ട്സൊന്നുമില്ല. കുറേ ആയി അവൾ കണ്ടിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പോയതാണ്, പെട്ടെന്നുണ്ടായതാണ്. പോകണം വിചാരിച്ചതല്ല, പെട്ടെന്നുണ്ടായൊരു പോക്കേന്. പിന്നെ ദണ്ടിൻ്റെ പർദ്ദ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ എൻ്റെ മൂത്താപ്പാൻ്റെ ഇളപ്പാൻ്റെ വീട്ടിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇനി. അപ്പം ഞാൻ ഇവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി വന്നിട്ട് അങ്ങനെ പോയി. പിന്നെ ഇപ്പോൾ ഇളാമാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ശരിക്കും പെരുന്നാൾ തലേന്നത്തെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ അടുത്തൊന്ന് മിസ്സായിട്ടോ. പിന്നെ ഞാൻ ഇപ്പം ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയതാണ്. ഇത് കുഞ്ഞുട്ടിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഓളവിടെ ഇങ്ങനെ കുറുമ്പ് കാട്ടി നടക്കുന്നുണ്ട്. പിന്നെ ഒരു ചോക്കോബാർ കഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ.